ആ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേകതരം വെറൈറ്റി ഓഫ് ആപ്പിളാണ്. അപ്പോൾ ഇത് ഒരു ഗ്രീൻ റെസറ്റഡ് ആപ്പിളാണ്. റെസറ്റഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡൻ യെല്ലോ, ഗ്രീൻ കഴിഞ്ഞിട്ട് ഗോൾഡൻ യെല്ലോ കളറായിട്ട് വരും നോക്കുമ്പോൾ. അപ്പോൾ ആ കളറുള്ള തന്നെയാണ് റെസറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസറ്റഡ് ആപ്പിളിൽ ഏറ്റവും ടേസ്റ്റുള്ള ആപ്പിൾ ഇതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേര് ആഷ്മീഡ്സ് കെർണൽ എന്നാണ് പറയണത്. ഇതൊരു എയർലൂം വെറൈറ്റിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ തലമുറകളായിട്ട് മുകളായിട്ട് കൈമാറി വരുന്ന ഒരു പഴയ ആപ്പിളാണ് ഇത്. 300 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഇപ്പോഴും ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഓപ്പൺ പോളിനേറ്റഡ് ആണ്. അപ്പോൾ ഇത് ആദ്യം ഒരു ആഷ്മീഡ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഗ്ലൗസെസ്റ്റർഷയർ UK എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ, അവിടെയാണ് പുള്ളി ആദ്യം അത് വൈൽഡായിട്ട് കണ്ടെത്തി പിന്നെ അത് പരിപാലിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങിയത് 1700-കളിൽ. അപ്പോൾ 300 കൊല്ലമായിട്ടും ഇപ്പോഴും അത് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഓപ്പൺ മാർക്കറ്റിൽ അധികം വരാറില്ല. പിന്നെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പിയറിൻ്റെ പോലത്തെ ടേസ്റ്റാണെന്നാണ് പറയണത്. പിയറിൻ്റെ പോലത്തെ ടേസ്റ്റാണ്. പിന്നെ ജ്യൂസിങ്ങിനും പിന്നെ സിഡർ ഉണ്ടാക്കാനും. സിഡർ എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ ഉണ്ടാക്കാം. മറ്റേ പച്ചയായിട്ടുള്ള ജ്യൂസും പിന്നെ അത് ചൂടാക്കിയിട്ട് ഉണ്ടാക്കുന്ന പരിപാടിയുമുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിന് സ്യൂട്ടഡ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ കോൾഡ് സ്റ്റോറേജിൽ വെക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 4 മാസം വരെ വെക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആഷ്മീഡ് കെർണൽ ആപ്പിളിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്കിത് ക്ലോസപ്പിൽ കാണിക്കാം. അത് കഴിഞ്ഞിട്ടൊന്ന് ടേസ്റ്റും ചെയ്ത് നോക്കാം. ക്ലോസപ്പിൽ കാണിക്കുമ്പോൾ ഇതാണ് സംഭവം, ആഷ്മീഡ് കെർണൽ എന്ന് പറഞ്ഞ ആപ്പിൾ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഒരു പിയർ പോലെ അകത്തൊരു വൈറ്റ് കളറേഷനാണ്. ഇത് കുറച്ച് നാൾ വെച്ച് കുറച്ച് നാളല്ല, കുറച്ച് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത് ബ്രൗൺ ആയി പോകുമെന്ന് പറയാനുണ്ട്. ഏതായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളത് കഴിച്ചു നോക്കി. അപ്പോൾ സാധാ ആപ്പിൾ പോലെയല്ല, ഒരു പിയറിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പിയറിൻ്റെ അത്രയും ഇല്ലെങ്കിലും അതിൻ്റെ അടുത്ത് തന്നെ ആ ഒരു സ്റ്റൈലിലുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞ സബർ ജില്ലി പോലത്തെ ടേസ്റ്റ്. ഫുള്ളി സബർ ജില്ലി അല്ല, അതിൻ്റെ ആ ഒരു അതും സബർ ജില്ലിയും ആപ്പിളും കൂടി, സാധാ ആപ്പിളും കൂടി കൂട്ടിയുള്ളൊരു ടേസ്റ്റ് ഇല്ലേ, അതെങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു ടേസ്റ്റാണത്, പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടായിരിക്കും ഇത് 10-300 കൊല്ലമായിട്ടും ഈ സർവൈവ് ചെയ്ത് നിൽക്കണത്. ഇന്നും ആൾക്കാർ ഇത് അന്വേഷിച്ച് വരുമെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ ഓർച്ചാർഡുകളിലൊക്കെ ചെന്നാൽ കിട്ടും. പിന്നെ ഈ നാട്ടിയന്താന്ന് പറഞ്ഞ പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലെ ഇവിടെ ഉണ്ട്, പുറത്തൊക്കെ ഉണ്ട്. അവിടേക്ക് ചെന്നാലും കിട്ടും ഇത്. അപ്പോൾ ഇതാണ് ആഷ്മീഡ്സ് കെർണൽ. എല്ലാവരും ശ്രദ്ധിക്കുക. ആഷ്മീഡ്സ് കെർണൽ എന്ന് പറഞ്ഞ വെറൈറ്റി ഓഫ് ആപ്പിൾ. ഓക്കെ.